അമേരിക്കയാകെ നശിച്ചു പോകും. സൈന്യം ഞൊടിയിടയിൽ ഇല്ലാതാകും, നശിക്കപ്പെടും. അമേരിക്ക തകർന്ന് തരിപ്പണമാകും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളാണിത്. കാരണം എന്താണെന്നറിയാമോ? അതിനു മുമ്പ് ഒരു കാര്യം പറയാം. കുറച്ചു നാളുകളായി അമേരിക്കയിലെ തന്നെ ചില എക്കണോമിസ്റ്റ്, ചില മാനസിക ശാസ്ത്രജ്ഞന്മാർ, സൈക്കാട്രിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ട്രംപിന് ഏതോ ഒരു രീതിയിൽ ചെറുതായിട്ടൊരു മാനസിക രോഗമുണ്ട്. അത് ഉടനടി ചികിത്സിച്ചില്ലെങ്കിൽ അമേരിക്കയും ലോകരാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു കെട്ടുറപ്പ് ബന്ധമൊക്കെ പോകും. പിന്നെ അമേരിക്ക യൂറോപ്പിനെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സംഭവമാകുമെന്ന്. അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ശരിവെച്ചുകൊണ്ടുള്ള ഒരു അതിനോട് സാമ്യം വെക്കുന്ന ഒരു അമേരിക്കയിലെ ഒരു ഫെഡറൽ അപ്പീൽ കോടതി വിധി കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടാവുകയുണ്ടായി. ആ വിധിയിൽ പ്രതിഷേധിച്ചിട്ടാണ് ട്രംപിന്റെ ഈ ഒരു വാക്ക്. വിധി മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ അനിയന്ത്രിതമായി ലോജിക്കൊന്നുമില്ലാതെ, ഒരു നീതിയുക്തമല്ലാതെ ട്രംപ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ മേൽ ഒരു താരിഫ്, അതായത് കസ്റ്റംസ് തീരുവ ഏർപ്പെടുത്തുകയാണ്. ഈ ഒരു കസ്റ്റംസ് തീരുവയുമായി ബന്ധപ്പെട്ട് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കോടതികൾ എങ്ങനെ അപ്പീൽ പരിഗണിച്ച് ഇതെങ്ങനെ സ്റ്റേ കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്ക നശിച്ചു പോകുമെന്ന്. അമേരിക്കയുടെ ഒരു വ്യാപാര കാര്യത്തിൽ, അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു വ്യാപാര കാര്യത്തിൽ ഒരു ഉപദേഷ്ടാകനുണ്ട്, പീറ്റർ നവാരോ. അദ്ദേഹം പറഞ്ഞത് കറുത്ത കോട്ടിട്ട രാഷ്ട്രീയക്കാരാണ് ഈ ജഡ്ജിമാർ മുഴുവനും എന്നാണ്. ട്രംപ് ഈ ജഡ്ജിമാരെ വിശേഷിപ്പിച്ചത് എന്താണെന്നറിയാമോ? അമേരിക്കയെ നശിക്കുവാൻ ആഗ്രഹിക്കുന്ന കപട ഇടതു തീവ്രവാദികളാണ് ഈ ജഡ്ജിമാർ എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. അതേസമയം ട്രംപിന്റെ മുഖ്യ എതിരാളിയായിരുന്ന ഒബാമ നിയമിച്ച ഒരു ജഡ്ജി, അദ്ദേഹം ട്രംപിന് അനുകൂലമായ ഒരു നിലപാടെടുത്തിരുന്നു. അദ്ദേഹത്തെ അമേരിക്കയെ ബഹുമാനിക്കുന്നവൻ, അമേരിക്കയോട് സ്നേഹമുണ്ട് ഉള്ള ആൾ എന്നൊക്കെയാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അതായത് ഈ ട്രംപ് ചുമത്തുന്ന ഒരു വ്യാപാര കാര്യം, അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റംസ് തീരുവ ഒക്കെ ലോകത്തിന് തന്നെ ഹാനികരമാണ്. അമേരിക്കയും ലോകരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഹാനികരമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുമായുള്ള ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് അമേരിക്കയുടെ ഉത്തരവാദിത്തം എന്നാണെന്ന് പലരും പറഞ്ഞത്. ഇപ്പൊ കോടതിയും അത് ശരിവെക്കുകയുണ്ടായി. ഏതായാലും അവർക്ക് അപ്പീൽ ഒക്ടോബർ 14 വരെ ട്രംപിന്റെ ഈ ഒരു തീരുവ ഏർപ്പെടുത്തിയത് നിയമപരമായി തുടരും, അപ്പീൽ പോകുന്നത് വരെ. സുപ്രീം കോടതിയിൽ ഇവർക്ക് അപ്പീൽ പോവാമെന്നും ഫെഡറൽ കോടതി വിധിച്ചിട്ടുണ്ട്. അപ്പീൽ പോയിട്ട് സുപ്രീം കോടതി വേണം, ഇതിന് പരമോന്നത നീതിപീഠം വേണം ഇതിന് തീരുമാനമെടുക്കാൻ എന്നാണ് അവരുടെ ഫെഡറൽ കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നതായിട്ടാണ് അറിയാവുന്നത്. അതായത് ഈ ട്രംപിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇയാൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് പലരും ചിന്തിച്ചു പോകൂലേ. ഏതായാലും അമേരിക്കയിൽ നിന്ന് തന്നെ ട്രംപിന് ആദ്യത്തെ അടി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇന്ത്യ, റഷ്യ, ചൈന തുടങ്ങിയവർ പരസ്പരം അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് വേണമെങ്കിൽ, അതായത് ഈ ഏഷ്യയിൽ ചൈനക്കെതിരെയുള്ള ഏറ്റവും വലിയ ഒരു രാജ്യമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചത് ഇന്ത്യയെയാണ്. പക്ഷെ ഇപ്പൊ ഇന്ത്യ ചൈന ബന്ധം വളരെ ഊഷ്മളവും ദൃഢവുമായിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ചൈനയിലുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വ്ളാഡിമിർ പുടിൻ, റഷ്യൻ പ്രസിഡന്റ്, എല്ലാവരും ഉണ്ട്. ഒരു പുതിയ വ്യാപാര കരാറുമൊക്കെ സൈൻ ചെയ്യുമോ, അല്ലെങ്കിൽ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും അമേരിക്കയ്ക്ക് പറ്റിയ ഒരു മണ്ടത്തരമാണെന്ന് പലരും വിശേഷിപ്പിക്കുന്നു. ആ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും ബൈ.